ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കോംപ്ലിമെൻ്ററി പേപ്പർ ബാങ്കിങ് 1. നിങ്ങൾക്ക് സെമസ്റ്റർ 1 അല്ലെങ്കിൽ സെമസ്റ്റർ 2 ഡീൽ ചെയ്യുന്ന കോംപ്ലിമെൻ്ററി പേപ്പറാണെന്ത് ബാങ്കിങ് 1. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, ദാറ്റ് ഈസ് ബാങ്ക്സ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്കിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു നിർവചനം ഏത് രീതിയിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? 5 മാർക്കാണെങ്കിലും എസ്സേയിലൊക്കെ ആണെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആണ് ബാങ്കിങ് 1ൻ്റെ ഫസ്റ്റ് വീഡിയോ. സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? യു മസ്റ്റ് വാച്ച് ദാറ്റ് വീഡിയോ. ഹൗ കൻ യു ഡിഫൈൻ എ ബാങ്ക്? വാട്ട് യു മീൻ ബൈ എ ബാങ്ക്? നമ്മുടെ മുമ്പിൽ SBI ഉണ്ട് അല്ലേ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ എടുക്കുകയാണെങ്കിൽ HDFC ഉണ്ട് അല്ലേ, ICICI ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, കാത്തലിക് സിറിയൻ ബാങ്ക് ഉണ്ട്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബിലോങ്സ് ടു പബ്ലിക് സെക്ടർ ബാങ്ക്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് നമുക്കറിയാം. നമ്മുടെ ലൈഫിൽ വളരെ ഇൻ്റഗ്രൽ പാർട്ടായിട്ടുള്ള ഒരു മേഖലയാണ് ബാങ്കിങ് സിസ്റ്റം. ഈ ബാങ്കുകളൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഇന്ത്യയിൽ ദ അപെക്സ് ബാങ്കിങ് സിസ്റ്റം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. അപ്പോൾ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്ത് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഐ വുഡ് ലൈക്ക് ടു സേ ആൻ ഇഫക്റ്റീവ് or efficient banking mechanism is a backbone of any growing economy. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിങ് സിസ്റ്റം. ആൻഡ് ഹെൽത്തി ആൻഡ് സൗണ്ട് ബാങ്കിങ് സിസ്റ്റം ഈസ് വൺ ഓഫ് ദ പ്രീ റിക്വസിറ്റ്സ് ഫോർ ദി സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. നോ ഡൗട്ട്. America is a developed economy where we can see a highly developed banking system. അമേരിക്കയിലെ സെൻട്രൽ ബാങ്കിനെ എന്താ വിളിക്കുക? ഫെഡറൽ റിസർവ് സിസ്റ്റം. ഓക്കെ, അമേരിക്കയിലെ എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന അപെക്സ് ബാങ്കാണെന്ത് ഫെഡറൽ റിസർവ് സിസ്റ്റം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സെൻട്രൽ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ can you say റിക്സ് ബാങ്ക് ഓഫ് സ്വീഡൻ. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ചൈനയിലോ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന. ജനറൽ സ്റ്റഡീസിൻ്റെ പാർട്ടായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ദ ഫാക്ട് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് റിയലി വെരി ഡിഫിക്കൽട്ട് ടു ഗിവ് എ ക്ലിയർ കട്ട് ഡെഫിനിഷൻ ടു എ ബാങ്ക്. The main reason is that modern banks actually doing enormous functions. It is argued that the primary functions of commercial bank is to accept deposit and lending money. But modern banks actually doing number of functions, no doubt. So I would like to say a bank is an institution which deals with money and credit. Credit means that is loan that's sanctioned by banks. ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനമാണ്. ഇസ് an institution which deals with money. പണമാണ് അത് ഡീൽ ചെയ്യുന്നത്. How? They actually accepting deposit from the public and they also providing loans or lending money. That is simply termed as credit. Okay, that statement is really very important for you. A bank is an institution which deals with money and credit. So here I would like to give you very important 3 definition of banks. RP കന്തും ജിയോഫ്രി ക്രൗതറും എങ്ങനെയാണ് ഒരു ബാങ്കിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതുപോലെ ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റം മൊത്തമായിട്ടുള്ള ബാങ്കുകൾ നിയന്ത്രിക്കുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഏത് രീതിയിലാണ് ഒരു ബാങ്കിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നും നമ്മൾ നോക്കാൻ പോവുകയാണ്. ബിഫോർ ദാറ്റ് വി നീഡ് ടു കണക്ട് ദിസ് പോയിന്റ്. I would like to give you a background of this topic. Banks എന്ന് പറയുന്നത് we can simply say financial institution. ധനകാര്യ സ്ഥാപനങ്ങളാണെന്ത് ബാങ്ക്സ് എന്ന് പറയുന്നത്. Okay, so I would like to say banks that come under financial system is very very important. Okay, introduction ആണ് കേട്ടോ. Financial system.
Banking system belongs to financial system. Okay. This financial system consists of 4 components. There are 4 components that come under financial system. First one, financial institutions. Here, banks that will come under financial institutions. Like SBI, Punjab National Bank, RBI, cooperative banks, commercial banks, and so on. Second component, financial market, where you can see money market and capital market. Okay. നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കാം കേട്ടോ. അതുപോലെ ബാങ്കിങ് 2 നിങ്ങൾക്ക് 3rd and 4th സെമസ്റ്ററിൽ പഠിക്കാം. Then similarly, financial instruments, where you can see money market instruments as well as capital market instruments, like we can simply say treasury bill, commercial paper, bill of exchange, certificate of deposits, etc. And fourth one, financial services. അല്ലെ, ബാങ്കുകൾ ഒരുപാട് സർവീസസ് നൽകുന്നുണ്ട്. ഫൈനാൻഷ്യൽ സിസ്റ്റം, ലോക്കർ ഫെസിലിറ്റീസ്, ATM, ATM, എനി ടൈം മണി ഓർ ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. പണ്ടൊക്കെ നമുക്കറിയാം ബാങ്ക് എന്ന് പറയുന്നത് 10 to 2 ആയിരുന്നു. ബാങ്ക് പണ ഇടപാടുകൾ നടത്തുന്നത് 10 മണി മുതൽ 2 മണി വരെ ആയിരുന്നു, അല്ലേ? അല്ലെങ്കിൽ ബാങ്കിങ് ഹവേഴ്സ് 10 to 4 ഒക്കെ ആയിരുന്നു. ബട്ട് നൗ ആസ് എ പാർട്ട് ഓഫ് ഡിജിറ്റൽ ബാങ്കിങ്, credit card, debit card, and also ATM, everywhere we can see you can withdraw or deposit your money at any time, even at midnight, അല്ലേ? ഏത് നട്ടപ്പം അതിരാക്കും നമുക്ക് എന്ത് ചെയ്യാം, പണം പിൻവലിക്കാം, അതുപോലെ പണം ഡെപ്പോസിറ്റ് ചെയ്യാം, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താം ആസ് എ പാർട്ട് ഓഫ് കോർ ബാങ്കിങ് ഓർ ഓൺലൈൻ ബാങ്കിങ്, ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് ആൻഡ് സോ ഓൺ. ബാങ്ക് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ നട്ടെല്ലാണ്. അത് ഫാർമേഴ്സ് ആവട്ടെ, ഇൻഡസ്ട്രിയലിസ്റ്റ് ആവട്ടെ, എക്സ്പോർട്ടേഴ്സ് ആവട്ടെ, ഇമ്പോർട്ടേഴ്സ് ആവട്ടെ, every person actually highly or closely attached with a bank for depositing their money or taking money as loan, or transferring money from one place to another, even across the countries. അപ്പോൾ അതിൽ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്ക്സ് ആ ഏരിയ വരുമ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നൗ ഐ വുഡ് ലൈക്ക് ടു ഡയറക്റ്റ്ലി എൻ്റർ ഇൻ ടു ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബാങ്ക്സ് that clearly given by R.P. Kearns, Geoffrey, Crowther, and also the provision that come under Banking Regulation Act 1949. That is very, very important. What about R.P. Kearns? R.P. Kearns ഒരു ബാങ്കിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. According to R.P. Kearns, a bank as an organization whose principal operations are concerned with the accumulation of the temporarily idle money of the general public for the purpose of advancing to others for expenditure. See, very beautiful definition that is given by R.P. Kearns. See, that definition, my point is that is actually concerned with 2 primary functions of commercial banks. First one, accepting deposit and also lending money. ആ ഡെഫിനിഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കാണാം, ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? താൽക്കാലികമായിട്ട് ആളുകളുടെ കൈവശമുള്ള വെറുതെ ഇരിക്കുന്ന പണം, ഐഡിൽ മണി, അല്ലേ? ടെമ്പററിലി ഐഡിൽ മണി. ഓക്കെ, അവരുടെ കൺസംഷനൊക്കെ കഴിഞ്ഞിട്ട് കയ്യിലുള്ള അധികമുള്ള പണം അവർ വിളിക്കുന്ന പേരാണ് സർപ്ലസ് യൂണിറ്റ്. ഇപ്പം എൻ്റെ കൺസംഷന് 1000 രൂപയാണ്, ബട്ട് എൻ്റെ കയ്യിൽ 5000 രൂപ ഉണ്ട്. ദാറ്റ് മീൻസ് 5000-ൽ നിന്ന് 1000 രൂപ കഴിച്ചാൽ 4000 രൂപ സർപ്ലസ് ആണ്. ആ പണം വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നതിന് പകരം ആളെന്ത് ചെയ്യുന്നു? നല്ല ബാങ്കിങ് സിസ്റ്റം ഉണ്ടാകുമ്പോൾ ഡിഫറെൻറ്റ് ഡെപ്പോസിറ്റ് സ്കീംസ് ഉണ്ടാവും, നല്ല ഇൻട്രസ്റ്റ് റേറ്റും ഓഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പീപ്പിൾ വിൽ ഡെപ്പോസിറ്റ് ദെയർ മണി വിത്ത് എ ബാങ്ക്. ഇറ്റ് ഈസ് സേഫ്. മോർ ദാൻ ദാറ്റ് that people will get return in the form of rate of interest. Okay, ആ ടെമ്പററി ആയിട്ടുള്ള ഐഡിൽ മണി എന്തിനാണ് ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ബാങ്ക് ആക്ച്വലി ആക്സെപ്റ്റിംഗ് ദാറ്റ് മണി ഫ്രം ദി ജനറൽ പബ്ലിക് ഫോർ വാട്ട്? ഫോർ ദ പർപ്പസ് ഓഫ് ഗിവിങ് ലോൺ ഓർ ഫണ്ട് ഫോർ എക്സ്പെൻഡിച്ചർ ടു അതേഴ്സ്, അല്ലേ?
അത് ഫാമേഴ്സ് ആവാം, ഇൻഡസ്ട്രിയലിസ്റ്റ് ആവാം. അവരെന്താണ്, ഡെഫിസിറ്റ് യൂണിറ്റ് ആണ്. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് പ്രൊഡക്ഷൻ നടത്തുന്നതിനോ ഫേം സ്റ്റാർട്ട് ചെയ്യുന്നതിനോ വേണ്ട പണം അവരെന്ത് ചെയ്യുന്നു, ദേ ടേക്ക് മണി ഫ്രം ബാങ്ക്സ് ആസ് എ ലോൺ. ഓക്കെ, ദാറ്റ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സേവിങ്, അല്ലെ, സർപ്ലസ് യൂണിറ്റ്സിൻ്റെ പണം സേവിങ് ആകുന്നു. ദാറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു loan, that industry or agriculture, that's simply known as capital formation or investment. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലുള്ള വലിയ പങ്ക് വഹിക്കുന്ന, that is very important. Okay, that is very important definition that is given by R.P. Kunz. And another definition that is given by Geoffrey Crowther. അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ആൻ ഔട്ട്ലൈൻ ഓഫ് മണി. ദാറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ബുക്ക്. ജിയോഫ്രി ക്രൗദർ ഒരു ബാങ്കിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഇൻ ദി വേർഡ്സ് ഓഫ് ജിയോഫ്രി ക്രൗദർ, എ ബാങ്ക് കളക്ട്സ് മണി ഫ്രം ദോസ് ഹൂ ഹാവ് ഇറ്റ് ടു സ്പെയർ or who are saving it out of their incomes and lends this money to those who require it. റൈറ്റ്, ജിയോഫ്രി ക്രൗദറിൻ്റെ പുസ്തകമായിട്ടുള്ള ആൻ ഔട്ട്ലൈൻ ഓഫ് മണി എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഡെഫിനിഷനാണ്. ദാറ്റ് ഡെഫിനിഷൻ ഈസ് ആൾസോ റിലേറ്റഡ് ടു ദിസ് വൺ. ആർ.പി. കന്ത് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് വേർഡ്സ് ആണെങ്കിലും സെയിം മീനിങ് ആണ്, അല്ലേ? ആരെടുത്താണോ അധിക പണം സ്പെയർ ചെയ്യാനുള്ളത്, സേവ് ചെയ്യാനുള്ളത്, അത് സേവ് ചെയ്യുന്നു. ബാങ്ക് ആ പണം എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്നു. ആവശ്യമുള്ളവർക്ക് അതെന്ത് ചെയ്യുന്നു, വായ്പയായിട്ട് നൽകുന്നു. സെയിം ഡെഫിനേഷൻ. ഓക്കെ, മനസ്സിലാക്കിയിട്ട് അത് പഠിക്കണം. നമുക്ക് എസ് എ എഴുതുമ്പോൾ 5 മാർക്കിലൊക്കെ ആഡ് ചെയ്യാനുള്ളത്. ആൻഡ് സി ദ ലാസ്റ്റ് ഡെഫിനേഷൻ ദാറ്റ് ഗിവൺ ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എങ്ങനെയാണ് ഒരു ബാങ്കിനെ ഡിഫൈൻ ചെയ്തത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, according to Banking Regulation Act 1949, a banking is one which transacts the business of banking, which means the accepting for the purpose of lending or investment of deposits of money from the public, repayable on demand or otherwise, and withdrawable by check, draft, order or otherwise. Okay friends, Banking Regulation Act 1949. That is also the same meaning that is given by Geoffrey Crowther and R.P. Kunz. Banking Regulation Act 1949 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, they also accepting money, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു ഫ്രം ദി പബ്ലിക്. ആ ഡെപ്പോസിറ്റിന് ആ പബ്ലിക്കിന് അവരെന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഈ പണം ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യാണ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു, അവർക്ക് ഏത് സമയത്ത് ആ പണം പിൻവലിക്കാം. ചെക്ക് ഉപയോഗിച്ചിട്ടോ ഡ്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടോ അവർക്ക് ആ പണം പിൻവലിക്കാം. ബാങ്ക് എന്തിനു വേണ്ടിയാണ് ആ പണം ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്? ഒരു ഷെൽഫിൽ കീപ്പ് ചെയ്യാനാണോ? അല്ല, ആ പണം ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, വായ്പയായിട്ട് നൽകുന്നു. ഓക്കെ, see, from these definitions we can easily understand the role and also the importance or significance or relevance of banking system. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഡീൽ ചെയ്യുക, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. വെരി സിമ്പിൾ ടോപ്പിക്. ഇൻ ദി കമ്മിങ് വീഡിയോ വി വിൽ ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റോൾ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓക്കെ, ബാങ്കിങ് 1 വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിമ്പിളായിട്ട് ലൂസിഡ് ഫോമാറ്റിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബാങ്കിങ് 1, പബ്ലിഷ്ഡ് ബൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ. മലയാളത്തിലും അവൈലബിൾ ആണ്, ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. യു ക്യാൻ റീഡ് ദാറ്റ് ബുക്ക് ഓൾസോ. ഇറ്റ് ഈസ് റിയലി വെരി ബെനിഫിഷ്യൽ ഫോർ യു. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.